നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ 1-2 ചാപ്റ്ററുകൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിൽ പ്രധാനമായിട്ടും പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെക്കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചരിത്രം ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എഴുത്തുവിദ്യയൊക്കെ രൂപപ്പെട്ടു വരുന്ന ആ ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 300 BC മുതൽ ഒരു 500 BC വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. പരിവർത്തനം എന്ന് വെച്ചാൽ മാറ്റം, ഒരുപാട് മാറ്റങ്ങൾ, പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് BCE 300 മുതൽ CE 500 വരെയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സമുദ്ര വ്യാപാരത്തിലൂടെ കേരളത്തിലേക്ക് ധാരാളം സമ്പത്ത് ഒഴുകി വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പ്രധാനമായിട്ടും കേരളത്തിന് റോം അതുപോലെ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായിട്ട് എന്തുണ്ടായി, സമുദ്ര വ്യാപാരം ആരംഭിച്ചു. അപ്പോൾ BCE 300 മുതൽ CE 500 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ആ മാറ്റം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ വ്യാപാരത്തിലൂടെയുള്ള മാറ്റം. കേരളത്തിന് ആ കാലത്ത് റോം അതുപോലെ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായിട്ടൊക്കെ സമുദ്ര വ്യാപാരം ആരംഭിച്ചു. ഇങ്ങനെ വ്യാപാരം ആരംഭിക്കുന്ന സമയത്ത് എന്തുണ്ടാകും, സ്വാഭാവികമായിട്ടും സമ്പത്ത് കേരളത്തിലേക്ക് കുമിഞ്ഞുകൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു മുസിരിസ് എന്ന് പറയുന്നത്. ഈ മുസിരിസ് ഇന്നത്തെ നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള, എറണാകുളം ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് മുസിരിസ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു ഈ മുസിരിസ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് പ്രധാനം സഹായകമായിട്ടുള്ള സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രാചീന നാണയങ്ങൾ, അതുപോലെ മൺപാത്രങ്ങൾ, സംഘസാഹിത്യം എന്നിവയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പ്രധാനമായിട്ടും സഹായകമായിട്ടുള്ള സ്രോതസ്സുകൾ എന്ന് പറയുന്നത് സംഘസാഹിത്യവും അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുള്ള മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ള നാണയങ്ങളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് എന്ന് പറയുന്നത് ആദിമ തമിഴ് സാഹിത്യങ്ങളാണ്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആദിമ തമിഴ് സാഹിത്യങ്ങൾ കണ്ടെത്തിയത് ദാമോദരൻ പിള്ളയും അതുപോലെ UV സ്വാമിനാഥ അയ്യരുമാണ്. പ്രധാനമായിട്ടും ഈ ഒരു ആദിമ തമിഴ് സാഹിത്യങ്ങളെക്കുറിച്ച് പഠനങ്ങൾ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ ഇത് കണ്ടെത്തിയ ആൾക്കാരാണ് ദാമോദരൻ പിള്ളയും അതുപോലെ UV സ്വാമിനാഥ അയ്യരും. ഇവർ ഏകദേശം 473ഓളം കവികളുടെ 2381 കവിതകളും അതുപോലെ 102 അജ്ഞാത കവികളുടെ കവിതകളും എന്ത് ചെയ്തു, കണ്ടെത്തുകയുണ്ടായി. ഓക്കെ, മനസ്സിലായോ? ഏകദേശം 473 കവികളുടെ 2381ഓളം കവിതകളും അതുപോലെ 102 അജ്ഞാത കവിതകളും ആര് കണ്ടെത്തുകയുണ്ടായി? ദാമോദരൻ പിള്ളയും അതുപോലെ UV സ്വാമിനാഥ അയ്യരും കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ അതിൽ കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് എട്ടുതൊകൈ, പത്തുപാട്ട് എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ആദിമ തമിഴ് സാഹിത്യങ്ങളാണ് എട്ടുതൊകൈ അതുപോലെ പാട്ട് എന്ന് പറയുന്നത്. ഇവയെ മൊത്തത്തിൽ എന്ത് പേരിൽ വിളിക്കുന്നു? 11 കീഴ്ക്കണക്ക് എന്ന പേരിൽ വിളിക്കുന്നു. ഈ കാലത്ത് രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. ഈ കാലത്ത് രചിക്കപ്പെട്ട ഒരു ഗ്രാമറാണ് അല്ലെങ്കിൽ ഗ്രാമറിക്കൽ വർക്കാണ് തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. അതുപോലെ ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ ഇതിഹാസങ്ങളും ഏത് കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ്? പ്രാചീന സംഘകാലത്തിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളാണ്. ചിലപ്പതികാരത്തിനെ കുറിച്ചും അതുപോലെ മണിമേഖലയെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ ഒരു പ്രാചീനകാല കേരളത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് സംഘസാഹിത്യം എന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പം ഇനി എന്താണ് സംഘം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദിമ തമിഴ് സാഹിത്യകാരന്മാരെയാണ് സംഘം എന്ന പേരിൽ വിളിച്ചിരുന്നത്. ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. സംഘം എന്ന പേര് പറയുന്നത് ആദിമ തമിഴ് സാഹിത്യകാരന്മാരെ പൊതുവെ വിളിക്കുന്ന പേരാണ് സംഘം എന്ന് പറയുന്നത്. ഇത് പ്രകാരം 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് 3 സംഘങ്ങൾ തമിഴകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമുക്ക് 1-2 സാഹിത്യകാരന്മാരെ കുറിച്ച് വലിയ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് 3ാമത്തെ സംഘ കാലഘട്ടത്തെക്കുറിച്ചും അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ കുറിച്ചുമാണ്. പക്ഷേ ഇങ്ങനെ സംഘസാഹിത്യത്തിൻ്റെ പീരീഡിനെ കുറിച്ച് പറയുന്ന സമയത്തും പലപ്പോഴും പല ചരിത്രകാരന്മാർക്കും എന്ത് വരുന്നുണ്ട്, ഒരു ആശയക്കുഴപ്പം വരുന്നുണ്ട്. ഏതാണ് കൃത്യമായിട്ടുള്ള ഈ ഒരു സംഘകാലഘട്ടം അല്ലെങ്കിൽ ഏത് കാലത്താണ് സംഘം കവികൾ ജീവിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് എന്തുണ്ട്, പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്.
ഇങ്ങനെ ഈ ആശയക്കുഴപ്പങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിമ തമിഴ് സാഹിത്യത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 3-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെയാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് 100 BCE മുതൽ 200 CE വരെയുള്ളതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഘ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ എന്തുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് BCE 3-ാം നൂറ്റാണ്ടിനും CE 5-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണെന്ന്. മറ്റൊരു വിഭാഗം പറയുന്നത് 100 BCE മുതൽ 250 CE വരെയുള്ളതാണ് കൃത്യമായിട്ട് സംഘ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ തമിഴ് സംഘ സാഹിത്യത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അകംപാട്ടുകളും അതുപോലെ തന്നെ പുറംപാട്ടുകളും. സംഘം കൃതികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അകംപാട്ടുകൾ അതുപോലെ പുറംപാട്ടുകൾ. ഇതിൽ അകംപാട്ടുകൾ പൊതുവെ പ്രണയഗാനങ്ങളാണ്, അല്ലെങ്കിൽ സ്നേഹം, വിരഹം തുടങ്ങിയ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പുറംപാട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്, വീരകഥകളാണ്. ഓക്കെ, വീരകഥകൾ. ഇപ്പോൾ ഒരു നായകൻ്റെ ഇതിഹാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന വീരകഥകളാണ് പുറംപാട്ടുകളുടെ വിഷയമെങ്കിൽ അകംപാട്ടുകൾ എന്ന് പറയുന്നത് പ്രണയഗാനങ്ങളാണ്. ഇങ്ങനെ സംഘ സാഹിത്യത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും, രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ആദിമ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് സംഘം കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് സംഘ സാഹിത്യം എന്ന് പറഞ്ഞു, ആരാണ് സംഘം കവികൾ എന്ന് പറഞ്ഞു, സംഘ സാഹിത്യത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ